മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പേരിൽ കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരം നടന്ന സ്ഥലമാണ് വടക്കനാട്. 2018 വലിയ പ്രക്ഷോഭമാണ് വടക്കനാട് മേഖലയിലെ കർഷകർ നടത്തിയത്. 2018 സമരത്തെ തുടർന്ന് ഇവിടുത്തെ കർഷകരുടെ പ്രതിനിധികളെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയും ചർച്ച ചെയ്ത് ചില ഉറപ്പുകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോ എന്താണ് വടക്കനാടുത്തെ അവസ്ഥ? വളരെ രൂക്ഷമായ വന്യമൃഗശല്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഒരു തരത്തിലുള്ള കാർഷിക വിളകളും നമുക്കുണ്ടാക്കാൻ കഴിയുന്നില്ല. കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ പന്നീന്റെ പന്നി, മുള്ളംപന്നി, നെൽകൃഷി, കുരങ്ങ്, മയില്, പന്നി, മാന്, അങ്ങനെ എല്ലാവിധ മുതൽ എല്ലാവിധ വന്യമൃഗശല്യവും ഇന്ന് നിലനിൽക്കുന്നു ഈ നാട്ടിൽ. ഈ സർക്കാർ അന്ന് തന്ന ഉറപ്പുകൾ, നിങ്ങളുടെ സമരം അന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണല്ലോ, അന്ന് തന്ന ഉറപ്പുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു? അയൺ സ്റ്റീൽ ഫെൻസിങ് ഏകദേശം 35 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഈ 3 പ്രദേശം, ഇത്രയും പ്രദേശങ്ങൾ നമുക്ക് സുരക്ഷിതമാക്കാം എന്ന ലക്ഷ്യത്തോടുകൂടി അയൺ റോപ്പ് ഫെൻസിങ് എന്ന് പറഞ്ഞ അന്ന് നമ്മളെ മാങ്കുളം സ്ഥലത്ത് വളരെ വിജയകരമായി പരീക്ഷിച്ച ഒരു പദ്ധതി നമുക്ക് നൽകാമെന്നാണ് ഉറപ്പു നൽകിയത്. അത് പല കാര്യങ്ങളും പറഞ്ഞ് ഈ വന്യമൃഗ സംരക്ഷണ വകുപ്പ്, വനം വകുപ്പ് നമ്മൾ ഇന്ന് ഇത് നീട്ടിക്കൊണ്ടുപോവുകയാണ്. വളരെ നിഗൂഢതയുണ്ട്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും വന്യമൃഗശല്യം പൊറുതിമുട്ടി ആൾക്കാർ ഇവിടുന്ന് ഒഴിഞ്ഞു പോകട്ടെ, സ്വയം ഒഴിഞ്ഞു പോകട്ടെ എന്നുള്ളൊരു നിഗൂഢതയുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പറഞ്ഞ ഉറപ്പുകളൊന്നും സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. കാർഷിക മേഖല കൊണ്ട് ഉപജീവനം നടത്തുന്ന എത്രയോ അനവധി ആൾക്കാരുണ്ട്. അവരെ പട്ടിണിയിൽ ആഴ്ത്തരുത് എന്നാണ് ഞങ്ങൾക്കുള്ള വിലയേറിയ അഭിപ്രായം. വർഷങ്ങളായി എനിക്ക് തോന്നുമ്പോൾ ആയിരക്കണക്കിന് വർഷത്തിന് പാരമ്പര്യമുള്ള ഞങ്ങളിവിടെ താമസിക്കുന്നത്. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ലൈസൻസ് അനുസരിച്ച് നോക്കുണ്ടായിരുന്നു, അത് വെച്ച് കാവൽ കിടക്കും. ആ പ്രതിരോധം നിന്നുപോയത് കൊണ്ടാണ് ഇപ്പോൾ വന്യമൃഗശല്യം ഇത്ര രൂക്ഷമായത്. രാത്രി 6 മണിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, രാവിലെ നേരം വെളുത്തിട്ട് ആന പാടങ്ങളിലും പറമ്പുകളിൽ നിന്നും പോകുന്ന ഒരു സാഹചര്യം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ആ കാര്യത്തിൽ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുള്ള ഇതില്ല. നൂറ്റാണ്ടുകളായി കർഷകർ താമസിക്കുന്ന സ്ഥലമാണ് വടക്കനാട്. അവിടെ കർഷകർക്ക് സംരക്ഷണം കിട്ടുന്നില്ല. പുതിയ തലമുറയിലെ പലരും കൃഷി ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിതിയാണ് വടക്കനാട് ഗ്രാമത്തിലുള്ളത് എന്നാണ് മുതിർന്ന തലമുറയിലെ കർഷകർ നമ്മളോട് പറയുന്നത്.